ആത്മീയമാമുണർവാലേ ദീപ്തമാക്കണേ. വചനം മഴയായി പെയ്യും, കൃപതൻ നിറവായൊഴുകും. വിടുതൽ നൽകുന്ന വചനം, അറിവിൻ്റെ പൊരുളാകും വചനം. സൗഖ്യമാ ജീവന. ആത്മീയ ഉണർവ്. യേശുക്രിസ്തുവിൽ സ്നേഹമുള്ളവരെ, കർത്താവിൻ്റെ തിരുവചനങ്ങളിലൂടെ നമുക്ക് കടന്നു പോകാം. സങ്കീർത്തനം 20 തിരുവചനം 1. നിന്റെ കഷ്ടകാലത്ത് കർത്താവ് നിന്റെ പ്രാർത്ഥന കേൾക്കുമാറാകട്ടെ. യാക്കോബിൻ്റെ ദൈവത്തിൻ്റെ നാമം നിന്നെ സംരക്ഷിക്കട്ടെ. കഷ്ടകാലം എന്തു ചെയ്യണമെന്ന് അറിയാത്ത സമയമാണ്. സങ്കീർത്തകൻ പ്രാർത്ഥിക്കുകയാണ്, നിന്റെ കഷ്ടകാലത്ത് കർത്താവ് നിന്റെ പ്രാർത്ഥന കേൾക്കുമാറാകട്ടെ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കഷ്ടകാലം ജീവിതത്തിൽ എന്തു ചെയ്യണമെന്നറിയാത്ത ഒരു സമയമാണ്. ചിലർ ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കുന്നു. വളരെയധികം ആളുകളെ കണ്ടിട്ടുണ്ട്. ചിലർ പറയും അവരെ ഭാര്യ വഞ്ചിച്ചു, ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കുന്നു. ഭർത്താവ് വഞ്ചിച്ചു, ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കുന്നു. വലിയ സാമ്പത്തിക തകർച്ചകൾ, ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കുന്നു. മകൻ ഇഷ്ടമില്ലാത്ത കുട്ടി വിവാഹം കഴിച്ച് വീട്ടിലേക്ക് കൊണ്ടുവന്നു, ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കുന്നു. പഠനത്തിൽ വലിയ തകർച്ചകളുണ്ടായി, ആത്മഹത്യ ചെയ്താലെന്ന് ചിന്തിക്കുന്നു. രോഗങ്ങളിലൂടെ കടന്നു പോകുന്നു, ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കുന്നു. സ്നേഹമുള്ളവരെ, കഷ്ടതകളിൽ എന്തു ചെയ്യണമെന്ന നിശ്ചയം പലപ്പോഴും പലർക്കുമില്ല. മനഃശാസ്ത്രം പറയുക, ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ആത്മഹത്യ ചെയ്താലോ എന്ന് ചിന്തിക്കാത്ത ആരുമില്ല എന്ന്. അല്ലെങ്കിൽ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും മരിച്ചാൽ നന്നായിരുന്നു എന്ന് കരുതാത്ത ഒരു മനുഷ്യനും ഈ ഭൂമിയിലില്ല എന്നാണ് സൈക്കോളജി, മനഃശാസ്ത്രം പറയുന്നത്. സ്നേഹമുള്ളവർ, അതിൻ്റെ അർത്ഥം എന്താണ്? ജീവിതത്തിൽ ഒരിക്കലെങ്കിലും മരിച്ചാൽ നന്നായിരുന്നുവെന്ന് മനുഷ്യൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? ജീവിതത്തിൽ ഒരിക്കലെങ്കിലും മരണത്തോളം ദുഃഖത്തിലേക്ക് കൊണ്ടുപോകുന്ന ചില സങ്കടങ്ങളിലൂടെ, വേദനകളിലൂടെ കടന്നു പോകാത്തൊരു മനുഷ്യനും ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇപ്പം എല്ലാവരുടെയും ജീവിതത്തിൽ പ്രതിസന്ധികളുണ്ട്, എല്ലാവരുടെയും ജീവിതത്തിൽ പ്രശ്നങ്ങളുണ്ട്, എല്ലാവരുടെയും ജീവിതത്തിൽ കുറവുകളുണ്ട്, സങ്കടങ്ങളുണ്ട്, തകർച്ചകളുണ്ട്, രോഗങ്ങളുണ്ട്. പക്ഷേ ഓരോ വ്യക്തിയും ഈ അനുഭവങ്ങളെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത് എന്നതനുസരിച്ചാണ് ആ വ്യക്തി ജീവിതത്തിൽ വിജയം നേടുന്നത്. കഷ്ടതകളിൽ കർത്താവിൽ ആശ്രയിച്ചാൽ തീർച്ചയായിട്ടും കർത്താവിൻ്റെ സഹായം നമുക്ക് ലഭിക്കും എന്നുള്ളത് തീർച്ചയാണ്. പക്ഷേ പലപ്പോഴും പലരുടെയും മനസ്സ് പതറിപ്പോകുന്നു. പലരും നിരാശയിലേക്കും കടുത്ത സങ്കടങ്ങളിലേക്കും ദുഃഖങ്ങളിലേക്കുമൊക്കെയാണ് കടന്നു പോകുന്നത്. ഒരിക്കൽ ഒരു പത്രം വായിച്ചപ്പോൾ ആ പത്രത്തിൽ മനോഹരമായൊരു സംഭവം വായിക്കാനിട വന്നു. ആ പത്രത്തിൽ കൊടുത്തിരുന്നത് ഒരു വ്യക്തിയെക്കുറിച്ച്, വളരെ പ്രശസ്തനായൊരു വ്യക്തിയെക്കുറിച്ച്. അദ്ദേഹത്തിൻ്റെ പേര് ജീൻ ഡൊമിനിക് ബോബി. അദ്ദേഹത്തിൻ്റെ പേര് ജീൻ ഡൊമിനിക് ബോബി. അദ്ദേഹം വളരെ പ്രശസ്തമായ ഒരു ഫാഷൻ മാഗസിൻ, ആ ഫാഷൻ മാഗസിൻ്റെ പേര് എൽ എന്നാണ്, ELL. ഈ പേരിലുള്ള ഈ ഫാഷൻ മാഗസിൻ്റെ എഡിറ്ററായിരുന്നു ഈ ജീൻ ഡൊമിനിക് ബോബി. അദ്ദേഹം എഡിറ്ററായിരുന്ന ആ സമയത്ത് ഈ ഫാഷൻ മാഗസിൻ ഏകദേശം 10-22ഓളം രാജ്യങ്ങളിലേക്ക് പോകുന്നൊരു പുസ്തകമാണ്. അത്രയും പ്രശസ്തമായ ഒരു പുസ്തകത്തിൻ്റെ പ്രശസ്തനായ എഡിറ്ററായിരുന്നു ഈ ഡൊമിനിക് ബോബി. അങ്ങനെ അദ്ദേഹം പ്രശസ്തിയിലായിരിക്കുന്ന സമയം, ഏകദേശം അദ്ദേഹത്തിനൊരു 40 വയസ്സൊക്കെ കഴിഞ്ഞ സമയത്ത്, 40 വയസ്സിൻ്റെ അടുത്ത് ആയിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് തലച്ചോറ് സംബന്ധമായ ഒരു അസുഖം വരികയും അദ്ദേഹത്തിൻ്റെ ശരീരം ഒരു ദിവസം പെട്ടെന്ന് തളർന്നു പോവുകയുമാണ്. അങ്ങനെ പെട്ടെന്നൊരു ദിവസം അദ്ദേഹത്തിൻ്റെ ശരീരം തളർന്നു പോയി. അദ്ദേഹത്തിൻ്റെ ശരീരം തളർന്നു പോവുക എന്ന് പറഞ്ഞാൽ പൂർണ്ണമായിട്ടും തളർന്നു പോയി. അദ്ദേഹത്തിൻ്റെ ഒരു കണ്ണ് അദ്ദേഹത്തിന് ചലിപ്പിക്കാൻ കഴിയും. അതൊഴിച്ച് അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ ഒരു ഭാഗവും അനങ്ങുക പോലുമില്ല.
അങ്ങനെയുള്ളൊരു തളർച്ചയിലേക്ക് അദ്ദേഹം കടന്നുപോയി. ഈ പ്രശസ്തനായ ഡൊമിനിക് ബോബിയെ വീണ്ടും ആരോഗ്യത്തിലേക്ക് കൊണ്ടുവരുവാൻ പ്രശസ്തരായ ഡോക്ടേഴ്സ് വളരെയധികം പരിശ്രമിച്ചു. പക്ഷേ അദ്ദേഹത്തെ വീണ്ടും ആരോഗ്യത്തിലേക്ക് കൊണ്ടുവരുവാൻ, പഴയ അവസ്ഥയിലേക്ക് കൊണ്ടുവരാൻ അവർക്ക് ആർക്കും സാധിച്ചില്ല. സ്നേഹമുള്ളവരെ, അങ്ങനെയിരിക്കെ ചികിത്സയിൽ മുമ്പോട്ട് പോകുമ്പോൾ ഈ ഡൊമിനിക് ബോബി അദ്ദേഹത്തിൻ്റെ ഈ ചലിപ്പിക്കാൻ കഴിയുന്ന കണ്ണ് അത് ചലിപ്പിച്ച് എന്തോ പറയുന്നത് പോലെ ഡോക്ടേഴ്സിന് തോന്നി. അങ്ങനെ ഡോക്ടേഴ്സ് കൺപീലികളുടെ ഭാഷ അറിയാവുന്ന വിദഗ്ധരെ ആശുപത്രിയിൽ വിളിച്ചു വരുത്തി. അവർ വന്നപ്പോൾ ഈ ആളുകൾ ഡോക്ടേഴ്സിനോട് പറഞ്ഞു, ഡൊമിനിക് ബോബി സംസാരിക്കുകയാണ്. അദ്ദേഹം കണ്ണുകൾ ചലിപ്പിച്ച് സംസാരിക്കുകയാണ്. അദ്ദേഹം തൻ്റെ കഴിഞ്ഞ കാലത്തെക്കുറിച്ച്, അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ സ്വപ്നങ്ങളെക്കുറിച്ച്, ഇനിയും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ നിറഞ്ഞു നിൽക്കുന്ന സ്വപ്നങ്ങളെക്കുറിച്ചൊക്കെ അദ്ദേഹം സംസാരിക്കുകയാണ് ഈ കണ്ണ് ചലിപ്പിച്ച്. ഒന്ന് ആലോചിച്ച് നോക്കണം, അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ വേറൊരു ഭാഗവും ചലിക്കുകയില്ല, ഈ ഒരു കണ്ണ് മാത്രമാണ് ചലിക്കുന്നത്. സ്നേഹമുള്ളവരെ, ഡോക്ടേഴ്സ് ചില കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി അദ്ദേഹത്തിന് അതനുസരിച്ചുള്ള ചില ചികിത്സകളൊക്കെ കൊടുത്തു. എങ്കിലും അദ്ദേഹം സൗഖ്യത്തിലേക്കൊന്നും കടന്നു വന്നില്ല. അതിനുശേഷം ഡൊമിനിക് ബോബി അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് മാറ്റി. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ അദ്ദേഹം ആയിരിക്കുമ്പോൾ അദ്ദേഹത്തിന് ശുശ്രൂഷിക്കാൻ അദ്ദേഹത്തിന് കണ്ണിൻ്റെ ഭാഷ അറിയാവുന്ന ഒരു വ്യക്തിയെ, ഒരു സഹായിയെ കിട്ടി. അങ്ങനെ ഈ സഹായിയോടൊപ്പം അദ്ദേഹം ഇങ്ങനെ ജീവിതത്തിൽ മുമ്പോട്ട് പോവുകയാണ്. വളരെ പരിതാപകരമായൊരവസ്ഥ, അതായത് ഒരു വ്യക്തി തളർന്നു പോവുക, ശരീരം മുഴുവൻ തളർന്നു പോവുക, ഒരു കണ്ണ് മാത്രം, വലത് കണ്ണാണെന്ന് തോന്നുന്നു, വലത് കണ്ണ് മാത്രം ചലിപ്പിക്കാൻ കഴിയുക, വേറൊരു ശരീരഭാഗവും ജീവിതത്തിൽ ചലിക്കാതിരിക്കുക, അങ്ങനൊരു അവസ്ഥ. ആ സമയത്ത് ഈ ഡൊമിനിക് ബോബി തൻ്റെ സഹായിയോട് നിരന്തരം കണ്ണ് ചലിപ്പിച്ച് അദ്ദേഹം സംസാരിക്കുമായിരുന്നു. സ്നേഹമുള്ളവരെ, ഏതാനും നാളുകൾ കഴിഞ്ഞ് ഈ തളർന്നു കിടന്ന ആ മനുഷ്യൻ, ഈ വലത് കണ്ണ് മാത്രം ചലിപ്പിക്കാൻ കഴിയുന്ന ഈ മനുഷ്യൻ ലോകത്തെ ഞെട്ടിച്ചുകൊണ്ട് ഒരു കാര്യം ചെയ്തു. അദ്ദേഹം ലോകത്തെ ഞെട്ടിച്ചുകൊണ്ട് ചെയ്ത കാര്യം ഇതായിരുന്നു: അദ്ദേഹം ഒരു പുതിയ പുസ്തകം ഇറക്കി. ആ പുസ്തകം എങ്ങനെയാണ് അദ്ദേഹം തയ്യാറാക്കിയതെന്നറിയാവോ? അദ്ദേഹത്തിൻ്റെ ശരീരം മുഴുവൻ തളർന്നു കിടക്കുമ്പോൾ വലത് കണ്ണ് മാത്രം ചലിക്കുന്ന സമയത്ത് ആ കണ്ണ് ചലിപ്പിച്ച് അദ്ദേഹം കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് സഹായിയെ കൊണ്ട് അദ്ദേഹം ഒരു പുസ്തകം തയ്യാറാക്കി. ആ പുസ്തകം അദ്ദേഹം പിന്നീട് പ്രസിദ്ധീകരിച്ചു. ആ പുസ്തകത്തിൻ്റെ പേരാണ് ദ ഡൈവിംഗ് ബെൽ ആൻഡ് ബട്ടർഫ്ലൈ. ദ ഡൈവിംഗ് ബെൽ ആൻഡ് ബട്ടർഫ്ലൈ. സ്നേഹമുള്ളവരെ, വളരെ പ്രശസ്തമായൊരു പുസ്തകമാണ്. ആ പുസ്തകം വായിച്ചവർ പിന്നീട് ആ പുസ്തകത്തിൽ നിന്ന് ഒത്തിരിയേറെ പ്രേരണകൾ ഉൾക്കൊണ്ട് ആ പുസ്തകം സിനിമയാക്കി. ആ പുസ്തകം സിനിമയായതിനു ശേഷം ഒത്തിരിയേറെ അവാർഡുകൾ വാരിക്കൂട്ടിയ ഒരു ഫിലിമായി മാറി ദ ഡൈവിംഗ് ബെൽ ആൻഡ് ബട്ടർഫ്ലൈ. സ്നേഹമുള്ളവരെ, ഒരിക്കൽ ഇദ്ദേഹത്തെക്കുറിച്ച് ഞാൻ വായിച്ചപ്പോൾ എനിക്ക് അദ്ദേഹത്തോട് വലിയ ആദരവ് തോന്നി, അദ്ദേഹത്തോട് വലിയ സ്നേഹം തോന്നി. മറ്റൊന്നും കൊണ്ടുമല്ല, ശരീരം മുഴുവൻ തളർന്നു കിടക്കുകയാണ്. വലത് കണ്ണ് മാത്രം ചലിപ്പിക്കാൻ കഴിയുന്ന അവസ്ഥയിൽ. സ്നേഹമുള്ളവരെ, മറ്റാരുമാണെങ്കിലും നിരാശയിലേക്കും സങ്കടത്തിലേക്കും എത്രയും പെട്ടെന്ന് മരിച്ചാൽ മതി എന്നുള്ള ആഗ്രഹത്തിലേക്കൊക്കെ പോകാൻ ഇടയുള്ള സാഹചര്യത്തിൽ ഈ ഒരു മനുഷ്യൻ്റെ ആത്മവിശ്വാസവും ഈ മനുഷ്യൻ്റെ ആത്മബലവും വലിയ വലിയ കരുത്തുള്ളതാണ്. ശരീരം മുഴുവൻ തളർന്നു കിടക്കുമ്പോഴും ചലിപ്പിക്കാവുന്ന ഒരേ ഒരു കണ്ണുകൊണ്ട് കണ്ണ് ചലിപ്പിച്ച് വലിയൊരു പുസ്തകം എഴുതി ലോകത്തിന് പിന്നെയും സംഭാവന നൽകിയ മഹാനായ മനുഷ്യനാണ് ഈ ഡൊമിനിക് ബോബി. സ്നേഹമുള്ളവരെ, ജീവിതത്തിൽ ഓരോ പ്രതിസന്ധികളിലൂടെയൊക്കെ കടന്നു പോകുമ്പോൾ എങ്ങനെ അതിനെ കൈകാര്യം ചെയ്യണം എന്ന് നമ്മളിൽ പലർക്കും അറിയത്തില്ല. പലരും മരണത്തെക്കുറിച്ച് ചിന്തിക്കുന്നു, പലരും നാടുവിടുന്നതിനെക്കുറിച്ച് ചിന്തിക്കുന്നു, ചിലരൊക്കെ തെറ്റായ ബന്ധങ്ങളിലേക്ക് പോകുന്നു, ചിലരൊക്കെ മദ്യത്തിലേക്ക് പോകുന്നു, ചിലരൊക്കെ ലഹരി വസ്തുക്കളിലേക്ക് പോകുന്നു, ചിലരൊക്കെ ജഡികമായ പാപങ്ങളിലേക്ക് പോകുന്നു. എന്നാൽ ഈ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ദുഃഖങ്ങളെയും തകർച്ചകളെയും പ്രതിസന്ധികളെയും കഷ്ടകാലത്തെയും വേണ്ടതുപോലെ കൈകാര്യം ചെയ്യാൻ കഴിഞ്ഞ അനേകരുണ്ട്. പ്രത്യേകിച്ച് ദൈവത്തിൽ ആശ്രയിച്ച് പ്രാർത്ഥിച്ച അനേകർക്ക് ഈ കഷ്ടകാലങ്ങളെ, ജീവിതത്തിൻ്റെ തകർച്ചകളെ വേണ്ടതുപോലെ കൈകാര്യം ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. ഒരിക്കൽ ഒരു യുവതി എൻ്റെ അടുത്ത്
അവളുടെ വിവാഹത്തിനുള്ള അന്വേഷണം നടക്കുന്നതിനെക്കുറിച്ചൊക്കെ സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. അവൾക്ക് വിവാഹത്തെക്കുറിച്ച് ഒത്തിരി സ്വപ്നങ്ങളൊക്കെയുണ്ട്. ആ സ്വപ്നങ്ങളും കാര്യങ്ങളൊക്കെ എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു, ഇങ്ങനെയുള്ള ആളെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്, അങ്ങനെ വേണം ഇങ്ങനെ വേണം എന്നൊക്കെ എന്നോട് പറഞ്ഞു. അപ്പോൾ ഞാനിതൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു, നിനക്ക് അങ്ങനെ ഒരാളെ കിട്ടാൻ ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കാം എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ വെറുതെ ചോദിച്ചു, ഇനിയിപ്പോൾ എങ്ങാനും ഇങ്ങനെയുള്ള ഒരാളെ അല്ല നിനക്ക് കിട്ടുന്നതെങ്കിൽ നീ അത് സ്വീകരിക്കാനും തയ്യാറാകണം കേട്ടോ എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ഉടനെ പറഞ്ഞു, ഇല്ല അച്ഛാ, ഇങ്ങനെയുള്ള ഒരാളെയല്ല എനിക്ക് കിട്ടുന്നതെങ്കിൽ ഞാൻ ആത്മഹത്യ ചെയ്യും. അവൾ ഉടനെ പറഞ്ഞ മറുപടി ഇതാണ്, ഇങ്ങനെയുള്ള ഒരാളെയല്ല എനിക്ക് കിട്ടുന്നതെങ്കിൽ ഞാൻ ആത്മഹത്യ ചെയ്യും. സ്നേഹമുള്ളവർ, പലരുടെ ജീവിതത്തിൽ അവർ കണ്ടെത്തുന്ന ഒരു വഴിയാണ്, ജീവിതത്തിൽ ഒരു കഷ്ടത വരുമ്പോൾ, തകർച്ച വരുമ്പോൾ, ആഗ്രഹിക്കുന്നത് പോലെ കാര്യങ്ങൾ നടക്കാതെ വരുമ്പോൾ പലപ്പോഴും മനുഷ്യൻ ചിന്തിക്കുന്നത് ഇങ്ങനെയാണ്, ആത്മഹത്യയാണ്, അല്ലെങ്കിൽ മദ്യമാണ്, ലഹരി വസ്തുവാണ്, അല്ലെങ്കിൽ ചില തെറ്റുകളാണ് അതിനുള്ള വഴിയെന്ന്. എന്നാൽ ദൈവത്തിൽ ആശ്രയിക്കുന്നവർക്ക് ദൈവം വഴി കാണിച്ചു കൊടുക്കും. 55-ാം സങ്കീർത്തനത്തിലൂടെ നമ്മൾ കടന്നു പോയാൽ നമുക്ക് ഈ വലിയ സത്യം അവിടെ മനസ്സിലാകും. 55-ാം സങ്കീർത്തനത്തിൽ ദാവീദ് രാജാവിൻ്റെ ചില ചിന്തകളാണ് നമുക്ക് വായിക്കാൻ സാധിക്കുക. അവിടെ ഈ 55-ാം സങ്കീർത്തനത്തിൽ സ്നേഹിതനാൽ വഞ്ചിക്കപ്പെടുന്ന, അല്ലെങ്കിൽ സ്നേഹിതനാൽ ഒത്തിരിയേറെ വേദനിപ്പിക്കപ്പെടുന്ന ദാവീദ് എഴുതുന്ന ചില വാക്കുകളാണ്, വചനങ്ങളാണ്. സ്നേഹിതൻ എന്ന് പറയുന്നത് ദാവീദ് രാജാവിൻ്റെ മകനായ അബ്സലോം തന്നെയാണെന്നാണ് പറയുന്നത്. ഈ അബ്സലോം ജീവിതത്തിൽ അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട മകനായിരുന്നു. ഈ അബ്സലോം ജീവിതത്തിൽ ഒത്തിരിയേറെ തെറ്റുകളൊക്കെ ചെയ്തിട്ടുള്ള മനുഷ്യനാണ് ഈ അബ്സലോം. പക്ഷേ ഈ പിതാവ് അമിതമായ പുത്രവാത്സല്യം കൊണ്ട് അബ്സലോമിനെ തിരുത്താനോ അവനെതിരായിട്ട് സംസാരിക്കാനോ പലപ്പോഴും തയ്യാറായിട്ടില്ല. അത്രയും പുത്രനോട് വാത്സല്യമായിരുന്നു. ആ പുത്രനെ അങ്ങനെയാണ് വളർത്തിയത്. എന്നാൽ ഈ അബ്സലോം വളർന്നതിന് ശേഷം പിന്നീട് ഈ അപ്പൻ്റെ ദാവീദിൻ്റെ തന്നെ ശത്രുക്കളോട് കൂട്ടുചേർന്ന ദാവീദിനെ പോലും തകർക്കുന്നതിന് വേണ്ടി യുദ്ധങ്ങളിൽ ഏർപ്പെടുകയാണ്. ഇതിലൊക്കെ ദാവീദിൻ്റെ മനസ്സാകെ തകർന്നു പോയി. ദാവീദിന് വലിയ സങ്കടം വന്നു, നിരാശ വന്നു. അപ്പോൾ ദാവീദ് കഷ്ടതയിലൂടെ കടന്നു പോയപ്പോൾ, സങ്കടത്തിലൂടെ കടന്നു പോയപ്പോൾ ദാവീദിൻ്റെ ചില ചിന്തകൾ മനോഹരമായിട്ട് 55-ാം സങ്കീർത്തനത്തിൽ നമുക്ക് വായിക്കാൻ സാധിക്കും. അവിടെ 55-ാം സങ്കീർത്തനത്തിൻ്റെ 6, 7, 8 തിരുവചനങ്ങളിലൂടെ കടന്നു പോയാൽ ഇങ്ങനെയാണ് ദാവീദ് രാജാവ് പ്രാർത്ഥിക്കുന്നത്: ഒരു പ്രാവിനെ പോലെ ചിറകുണ്ടായിരുന്നെങ്കിൽ ഞാൻ പറന്ന് പറന്ന് വിദൂരങ്ങളിൽ പോയി വിശ്രമിക്കുമായിരുന്നു. ഒരു പ്രാവിനെ പോലെ എനിക്ക് ചിറകുണ്ടായിരുന്നെങ്കിൽ ഞാൻ പറന്ന് പറന്ന് വിദൂരങ്ങളിൽ പോയി വിശ്രമിക്കുമായിരുന്നു. എന്താണ് ആ പ്രാർത്ഥനയുടെ ആഴം? എനിക്കൊരു പ്രാവിനെ പോലെ ചിറകുണ്ടായിരുന്നെങ്കിൽ ഞാൻ ഈ കൊട്ടാരത്തിൽ നിന്ന് എവിടേക്കെങ്കിലും പോയേനെ. എനിക്കൊരു പ്രാവിനെ പോലെ ചിറകുണ്ടായിരുന്നെങ്കിൽ ഞാൻ എൻ്റെ മക്കളുടെ അരികിൽ നിന്നും ഭാര്യമാരുടെ അരികിൽ നിന്നും എവിടേക്കെങ്കിലും പോയേനെ. കാരണം എനിക്ക് ഈ വീട്ടിൽ സമാധാനമില്ല, എനിക്ക് ഈ വീട്ടിൽ സ്വസ്ഥതയില്ല, എവിടേക്കെങ്കിലും ഒന്ന് പോയാൽ മതി. ഒരു പ്രാവിനെ പോലെ ചിറകുണ്ടെങ്കിൽ ഞാനത് ചെയ്യുമായിരുന്നു. സ്നേഹമുള്ളവർ, ദാവീദ് വളരെ മനോഹരമായ വാക്കുകളിലൂടെ പ്രാർത്ഥിച്ചു. നമ്മുടെ കുടുംബങ്ങളിലൊക്കെ പലപ്പോഴും നമ്മൾ കേൾക്കുന്നതാണിത്. എത്രയോ അമ്മച്ചിമാർ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, എവിടേക്കെങ്കിലും ഒന്ന് പോയാൽ മതിയായിരുന്നു ഈ വീട് വിട്ട്, എവിടേക്കെങ്കിലും ഒന്ന് പോയാൽ മതിയായിരുന്നു എന്ന് പറയുന്ന എത്രയോ അമ്മമാരെ കണ്ടിട്ടുണ്ട്. ചിലരൊക്കെ അല്പം കൂട്ടി പറയും, എവിടേക്കെങ്കിലും ഒന്ന് പോയാൽ മതിയായിരുന്നു, ഏത് നരകത്തിൽ പോയാലും വിരോധമില്ല, നരകം പോലും ഈ വീടിനേക്കാൾ ഭേദമാണെന്ന് കരുതുന്ന ചില സന്ദർഭങ്ങൾ പോലും കണ്ടിട്ടുണ്ട്. അപ്പോൾ സ്നേഹമുള്ളവരെ, ഇവിടെ മനുഷ്യൻ കഷ്ടതകളിലൂടെ കടന്നു പോകുമ്പോൾ, തകർച്ചകളിലൂടെ കടന്നു പോകുമ്പോൾ മനസ്സിലേക്ക് കടന്നു വരുന്ന ഒരു ചിന്തയാണ് എവിടേക്കെങ്കിലും പോവുക, എവിടേക്കെങ്കിലും പോവുക. സ്നേഹമുള്ളവരെ, അതാണ് ദാവീദിൻ്റെ ജീവിതത്തിലും. ദാവീദ് വലിയൊരു സങ്കടത്തിലൂടെ, തകർച്ചയിലൂടെ, കുടുംബത്തിൽ സമാധാനമില്ലാത്ത അവസ്ഥയിലൂടെ കടന്നു പോയപ്പോൾ ദാവീദും അതാണ് ചിന്തിച്ച്, എവിടേക്കെങ്കിലും പോവുക. എന്നാൽ ദാവീദ് ദൈവത്തിൽ ആശ്രയിക്കുന്ന വ്യക്തിയാണ്. പിന്നീട് താഴേക്കുള്ള വചനങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ, അവിടെ താഴേക്കുള്ള വചനങ്ങളിൽ പിന്നെ നമ്മൾ കാണുന്നതായിരുന്നു, ദാവീദ് രാജാവിൻ്റെ മനസ്സിൽ ഒത്തിരിയേറെ വിദ്വേഷവും ഒത്തിരിയേറെ വെറുപ്പും വന്ന് നിറയുകയാണ്. ദാവീദിൻ്റെ മനസ്സിൽ ഒത്തിരിയേറെ വെറുപ്പും വിദ്വേഷവും ഒക്കെ വന്ന് നിറയുകയാണ്. ദാവീദ് ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കുകയാണ്, എൻ്റെ ശത്രുക്കൾ നശിച്ചു പോയിരുന്നെങ്കിൽ, അവരെ പാതാളം വിഴുങ്ങിയിരുന്നെങ്കിൽ, അവർക്ക് വലിയ തകർച്ചകൾ സംഭവിച്ചിരുന്നെങ്കിൽ, അവരുടെ ജീവിതത്തിൽ കുറേ പ്രതിസന്ധികൾ ഉണ്ടായിരുന്നെങ്കിൽ, ഒത്തിരിയേറെ വൈരാഗ്യ ചിന്തകൾ കൊണ്ട് നിറയുകയാണ്. ഒത്തിരിയേറെ വൈരാഗ്യ ചിന്തകൾ കൊണ്ട്, ശാപത്തിൻ്റെ വാക്കുകൾ കൊണ്ട് അദ്ദേഹത്തിൻ്റെ മനസ്സ് നിറയുകയാണ്. സ്നേഹമുള്ളവരെ, പലപ്പോഴും നമ്മുടെ ജീവിതത്തിലും അങ്ങനെയൊക്കെ തന്നെയല്ലേ സംഭവിക്കാറുള്ളത്. ജീവിതത്തിൽ ഒത്തിരിയേറെ തകർച്ചകളിലൂടെയും പ്രതിസന്ധികളിലൂടെയൊക്കെ കടന്നു പോകുമ്പോൾ ചില ആളുകൾ നമുക്ക് സങ്കടങ്ങളും വേദനകളൊക്കെ സമ്മാനിക്കുമ്പോൾ
നമ്മുടെ മനസ്സ് ഇതുപോലെ തന്നെ ചിന്തിക്കും. നമ്മുടെ മനസ്സിങ്ങനെ തന്നെയാണ് ചിന്തിക്കുന്നത്. നമ്മുടെ മനസ്സ് ചിന്തിക്കുന്നത് എങ്ങനെയാണ്? അവർക്ക് നാശമുണ്ടാകട്ടെ, അല്ലെങ്കിൽ അവരുടെ കുടുംബം തകർന്നു പോകട്ടെ, അല്ലെങ്കിൽ അവരുടെ മക്കൾക്ക് അങ്ങനെ സംഭവിക്കട്ടെ. അങ്ങനെയൊക്കെ പ്രതികാരത്തിൻ്റെ ചിന്തകൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. സ്വാഭാവികമാണത്. ദാവീദിൻ്റെ ജീവിതത്തിലും അങ്ങനെ പ്രതികാരത്തിൻ്റെ ചിന്തകളാണ് കടന്നു വന്നത്. എന്നാൽ സ്നേഹമുള്ളവരെ, ദാവീദ് ദൈവത്തിൽ ആശ്രയിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നൊരു വ്യക്തിയായിരുന്നു. ദാവീദിൻ്റെ ചിന്തകൾ അവിടെയൊന്നും നിൽക്കുന്നില്ല. ദാവീദിൻ്റെ ചിന്തകൾ വീണ്ടും മുമ്പോട്ട് പോവുകയാണ്. ദാവീദിൻ്റെ ചിന്തകൾ മുമ്പോട്ട് പോയി അവിടെ 55-ാം സങ്കീർത്തനത്തിൻ്റെ 22-ാം തിരുവചനമെത്തുമ്പോൾ ദാവീദ് ഇങ്ങനെയാണ് എഴുതി വച്ചിരിക്കുന്നത്: നിന്റെ ഭാരം കർത്താവിനെ ഏൽപ്പിക്കുക, അവിടുന്ന് നിന്നെ താങ്ങിക്കൊള്ളും. നിന്റെ ഭാരം കർത്താവിനെ ഏൽപ്പിക്കുക, അവിടുന്ന് നിന്നെ താങ്ങിക്കൊള്ളും. സ്നേഹമുള്ളവരെ, ദാവീദിന് മനസ്സിലായി, വലിയൊരു സത്യം ദാവീദിന് മനസ്സിലായി. എൻ്റെ ഈ കഷ്ടതയിൽ, എൻ്റെ കുടുംബത്തിലെ ഈ പ്രശ്നത്തിൽ ഞാൻ എവിടേക്കെങ്കിലും ഒളിച്ചോടി പോയതുകൊണ്ട് എൻ്റെ പ്രശ്നം തീരുകയില്ല. ഞാൻ ആത്മഹത്യ ചെയ്തതുകൊണ്ട് എൻ്റെ പ്രശ്നം തീരുകയില്ല. ദാവീദിനത് മനസ്സിലായി. ഞാൻ ഈ വീട്ടിൽ നിന്ന് എവിടേക്കെങ്കിലും പോയതുകൊണ്ട് എൻ്റെ പ്രശ്നങ്ങൾ തീരാൻ പോകുന്നില്ല. ദാവീദിനത് വ്യക്തമായി. രണ്ടാമതായിട്ട് ദാവീദിന് മനസ്സിലായി, എൻ്റെ ശത്രുക്കൾ നശിച്ചതുകൊണ്ടോ അവരെ പാതാളം വിഴുങ്ങിയതുകൊണ്ടോ അവരുടെ ജീവിതത്തിൽ കുറേ പ്രശ്നങ്ങൾ ഉണ്ടായതുകൊണ്ടോ എൻ്റെ പ്രശ്നങ്ങളൊന്നും മാറാൻ പോകുന്നില്ല. അതുകൊണ്ടും എനിക്ക് പ്രശ്നങ്ങളൊന്നും മാറാൻ പോകുന്നില്ല. എൻ്റെ പ്രശ്നങ്ങൾ മാറണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? എൻ്റെ പ്രശ്നങ്ങൾ മാറണമെങ്കിൽ, എൻ്റെ കഷ്ടത മാറണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? ശരിയായ ചിന്തയിലേക്ക്, ശരിയായ കാഴ്ചപ്പാടിലേക്ക് ദാവീദ് കടന്നു വരികയാണ്. ദാവീദ് കടന്നു വന്ന കാഴ്ചപ്പാടിതാണ്: നിന്റെ ഭാരം കർത്താവിനെ ഏൽപ്പിച്ചാൽ, നിന്റെ ഭാരം കർത്താവിനെ ഏൽപ്പിച്ചാൽ നിന്റെ കർത്താവ് നിന്നെ താങ്ങിക്കൊള്ളും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്നേഹമുള്ളവർ, ശരിയായ മനോഭാവം അതാണ്. ദാവീദ് ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു വ്യക്തിയായിരുന്നതുകൊണ്ട്, ദാവീദ് ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയായതുകൊണ്ട് ദൈവത്തിൻ്റെ ആത്മാവ് ദാവീദിനെ നല്ല ചിന്തകളിലെത്തിക്കുകയാണ്. നിന്റെ ഭാരം നീ മറ്റാരെയും ഏൽപ്പിച്ചിട്ടൊരു കാര്യമില്ല. നിന്റെ ഭാരത്തെക്കുറിച്ച് ചിന്തിച്ച് നിരാശപ്പെട്ടതുകൊണ്ട് കാര്യമില്ല. നീ ചെയ്യേണ്ടതെന്നാണ്: നിന്റെ ഭാരം കർത്താവിനെ ഏൽപ്പിക്കുക, അവിടുന്ന് നിന്നെ താങ്ങിക്കൊള്ളും. ഒരിക്കൽ ഞാൻ പോട്ട ആശ്രമത്തിൽ അവിടെ ഡയറക്ടറായിട്ട് ശുശ്രൂഷ ചെയ്യുന്ന സമയം, അനുദിന ശുശ്രൂഷകളുടെ ഡയറക്ടറായിട്ട് പോട്ടയിൽ ശുശ്രൂഷ ചെയ്യുന്ന സമയം, ഒരു ചെറുപ്പക്കാരൻ എൻ്റെ അടുത്ത് വന്ന് അദ്ദേഹത്തിൻ്റെ സങ്കടം ഇങ്ങനെ പങ്കുവെച്ച് അദ്ദേഹം എന്നോട് പറയുകയായിരുന്നു: അച്ഛാ, ഞാൻ നല്ല നിലയിൽ സാമ്പത്തികമായിട്ടൊക്കെ നല്ല രീതിയിൽ മുമ്പോട്ട് പോവുകയായിരുന്നു. അപ്പോഴാണ് വേറെ ഒരു ബിസിനസ് ചെയ്താൽ ഏറെ ലാഭമുണ്ടാകുമെന്ന് എൻ്റെ സുഹൃത്തുക്കൾ പറഞ്ഞത്. അങ്ങനെ ഞാൻ ആ സുഹൃത്തുക്കളുടെയൊക്കെ വാക്ക് കേട്ട് ഞാൻ വേറൊരു ബിസിനസ് ചെയ്യാൻ പോയി. അപ്പോൾ ആ ബിസിനസ് ഒരു വലിയ ബിസിനസ്സായിരുന്നു. അത് ചെയ്യാൻ മാത്രം സാമ്പത്തികം എൻ്റെ കയ്യിലില്ലായിരുന്നു. അതുകൊണ്ട് എൻ്റെ സുഹൃത്തുക്കൾ തന്നെ എനിക്ക് പറഞ്ഞു തന്നു, ചില ബ്ലേഡ് കമ്പനികൾ പോലെയുള്ള ചില സ്ഥലങ്ങളിൽ പോയി പൈസ ഇത്രയും നീ വാങ്ങണം, വാങ്ങിയതിന് ശേഷം നിനക്ക് ഇത്രയും വരുമാനം ഓരോ മാസം കിട്ടും, അതനുസരിച്ച് നീ ആ പണം തിരികെ അടയ്ക്കണം. അങ്ങനെ നിനക്ക് പണം തിരിച്ചടയ്ക്കാനും സാധിക്കും, അതോടൊപ്പം നിനക്ക് ഒത്തിരിയേറെ സാമ്പത്തികമായിട്ട് വളരാനും ഉയരാനും സാധിക്കും. അങ്ങനെ അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളൊക്കെ വന്ന് ഈ പുതിയ ബിസിനസ് ആരംഭിച്ചാൽ ഉണ്ടാകാനിടയുള്ള മെച്ചം, ലാഭം, അതിൻ്റെ വരും വരായികളെല്ലാം കൃത്യം കണക്കൊക്കെ കൂട്ടി ചെറുപ്പക്കാരനെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി. അപ്പോൾ ഈ ചെറുപ്പക്കാരൻ ചിന്തിച്ചപ്പോൾ, ശരിയാണ്, ഇവർ പറഞ്ഞ വിധങ്ങളിലൊക്കെ പോയാൽ ഈ ബിസിനസ് വലിയ വിജയമാകും, താൻ ഇപ്പോഴായിരിക്കുന്ന അവസ്ഥയിൽ നിന്നൊക്കെ ഒരു വലിയ അവസ്ഥയിലേക്ക് അദ്ദേഹത്തിന് പോകാൻ സാധിക്കും എന്നൊരു മനസ്സിലായി. എന്ന ബോധ്യത്തോടുകൂടെ അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടായിരുന്ന കുറേ സ്വർണവും കാര്യങ്ങളൊക്കെ വിറ്റു. അതോടൊപ്പം അദ്ദേഹം കുറേ പണം കടമെടുത്തു. അങ്ങനെ ഈ പുതിയ ബിസിനസ്സിലേക്ക് അദ്ദേഹം തിരിഞ്ഞു. എന്നാൽ പുതിയ ബിസിനസ്സിലേക്ക് തിരിഞ്ഞു 1-2 മാസങ്ങൾ കഴിഞ്ഞും ഈ പറയുന്നത് പോലെയൊന്നും പണം വരുന്നില്ല. ഏതാനും മാസങ്ങൾ കൂടെ മുമ്പോട്ട് പോയി, ഈ പറയുന്നത് പോലെയൊന്നും പണം കയ്യിൽ വരുന്നുമില്ല. എടുത്ത പൈസയ്ക്ക് പലിശ കൊടുക്കാനും സാധിക്കുന്നില്ല. ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞു, പലിശയ്ക്ക് പണമെടുത്ത സ്ഥലത്തെ ആളുകളൊക്കെ വന്ന ബഹളവും പ്രശ്നമൊക്കെയായി, വലിയ ഭീഷണിയൊക്കെയായി.
കൊന്നുകളയും വരെ എന്ന് ഭീഷണിയായി അങ്ങനെ ആകെ പ്രതിസന്ധിയിലൂടെ ചെറുപ്പക്കാരൻ കടന്നു പോവുകയാണ്. എന്താ ചെയ്യുക? വലിയ കടമാണ്. എന്ത് ചെയ്താലും വീട് വിറ്റാൽ പോലും തീർക്കാൻ പറ്റാത്ത കടമാണ്. അദ്ദേഹം ഇങ്ങനെ നിരാശപ്പെട്ട് നടക്കുക. അപ്പോഴാണ് ഈ ചെറുപ്പക്കാരൻ എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞത്, അച്ഛൻ, അന്ന് ഞാൻ ആത്മഹത്യ ചെയ്താലോ എന്ന് പോലും ഞാൻ ആലോചിച്ചു. റെയിൽവേ ട്രാക്കിൽ പോയി ഞാൻ ഒരിക്കൽ നടന്നു മരിക്കാൻ വേണ്ടി. പക്ഷേ അവിടെ വെച്ച് എനിക്കിങ്ങനെ ഒരു തോന്നലുണ്ടായി, പോട്ടയിൽ പോകണം, പ്രാർത്ഥിക്കണം, ദൈവത്തിൻ്റെ അരികിൽ പോകണം. അങ്ങനെ അന്ന് ഞാൻ പോട്ട ആശ്രമത്തിൽ വന്നു. അങ്ങനെ പോട്ടാശ്രമത്തിൽ വന്ന് വചന ശുശ്രൂഷകളിൽ പങ്കെടുത്തു. വചന ശുശ്രൂഷകളിൽ പങ്കെടുത്തപ്പോൾ പരിശുദ്ധാത്മാവ് എനിക്കൊരു പ്രേരണ നൽകി. ദൈവത്തിൽ ആശ്രയിച്ചാൽ ദൈവം ഒരു വഴി കാണിച്ചു തരും. മനുഷ്യർക്ക് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ്. ഈ ദൈവവചനങ്ങൾ അദ്ദേഹം അവിടെ വെച്ച് കേട്ടു. അദ്ദേഹത്തിന് വലിയ പ്രതീക്ഷയായി, അദ്ദേഹത്തിന് വലിയ പ്രത്യാശയായി. അദ്ദേഹം ഇങ്ങനെ ചിന്തിച്ചു, എന്തു തന്നെയാണെങ്കിലും ഞാൻ ആത്മഹത്യ ചെയ്യുകയില്ല. അങ്ങനെ അദ്ദേഹം പ്രാർത്ഥനയിലൊക്കെ പങ്കെടുത്ത് അദ്ദേഹം ഇങ്ങനെ പല വിധത്തിൽ പല കാര്യങ്ങളൊക്കെ ചെയ്തു. അദ്ദേഹത്തെ പല സുഹൃത്തുക്കൾ പലരും സഹായിച്ചു. ചിലരൊക്കെ ഈ പണം കടമെടുത്തിട്ടുള്ള ബ്ലേഡ് കമ്പനികളൊക്കെ ആയിട്ട് സംസാരിച്ച് കുറേയൊക്കെ പലിശ ഇളവ് ചെയ്തു കൊടുത്തു. അങ്ങനെ ഒരു വിധത്തിൽ അദ്ദേഹത്തിന് മുമ്പോട്ട് പോകാൻ സാധിച്ചു. അദ്ദേഹത്തിന് ആത്മഹത്യ ചെയ്യേണ്ട അവസ്ഥ വന്നില്ല. അവൾ എന്നെ കാണാൻ വരുമ്പോൾ ഇനി ഏതാനും തുക കൂടെ അദ്ദേഹത്തിന് അതിൽ കടം ഉള്ളൂ. അദ്ദേഹം എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞ വാക്ക് ഇങ്ങനെയായിരുന്നു, അച്ഛാ, എനിക്കൊരു കാലമുണ്ടായിരുന്നു. അന്ന് ആ കഷ്ടതയുടെ കാലത്ത് ഞാനിങ്ങനെ ചിന്തിച്ചിട്ടുണ്ട്, ഒരു പ്രാവശ്യം ആത്മഹത്യ ചെയ്തിട്ട് അവിടെ നിന്ന് എഴുന്നേറ്റ് പോയി വീണ്ടും ആത്മഹത്യ ചെയ്യണമെന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. അദ്ദേഹം എന്നോട് പറഞ്ഞതാണ്. അച്ഛാ, ഒരു പ്രാവശ്യം ആത്മഹത്യ ചെയ്തിട്ട് അവിടെ നിന്ന് എഴുന്നേൽക്കാൻ ഒരു ചാൻസ് ഉണ്ടെങ്കിൽ വീണ്ടും എഴുന്നേറ്റ് ആത്മഹത്യ ചെയ്യണം. അത്രയും കടുത്ത നിരാശയിലായിരുന്നു ഞാൻ. അത്രയും കടുത്ത നിരാശയിലായിരുന്നു. എത്ര വട്ടം ആത്മഹത്യ ചെയ്താലും എൻ്റെ പ്രശ്നം തീരത്തില്ലായിരുന്നു. പക്ഷേ ഞാൻ ഈ ആശ്രമത്തിലേക്ക് വന്നു, വചനം കേട്ടു, ദൈവത്തിൽ ആശ്രയിച്ചു, പരിശുദ്ധാത്മാവ് എന്നെ സഹായിച്ചു. ഞാൻ എത്ര ചിന്തിച്ചിട്ടും എങ്ങനെ പരിഹാരം കാണും എന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റാതിരുന്ന ആ മേഖലയിലേക്ക്, മനുഷ്യർക്ക് അസാധ്യമായ മേഖലയിലേക്ക് ദൈവം കടന്നു വന്നു. ദൈവം എന്നെ സഹായിച്ചു. ദൈവം എന്നെ പ്രതിസന്ധിയിൽ നിന്ന് കരകയറ്റി. ഇന്നെനിക്ക് ആത്മഹത്യ ചെയ്യേണ്ട അവസ്ഥയില്ല. ഞാൻ ദൈവത്തിൽ ആശ്രയിച്ച് ജീവിക്കുന്നു. ഞാൻ അനേകരെ ഇവിടെ ധ്യാനം കൂടാൻ കൊണ്ടുവരാറുണ്ട്, വചനം കേൾക്കാൻ കൊണ്ടുവരാറുണ്ട്. ഞാനിന്ന് ദൈവത്തിൻ്റെ സ്നേഹം അനുഭവിച്ച് ജീവിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി. അപ്പോൾ സ്നേഹമുള്ളവരെ, ദൈവത്തിൻ്റെ വചനം നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. ജീവിതത്തിൻ്റെ കഷ്ടതകൾ വരുമ്പോൾ, പ്രതിസന്ധികൾ വരുമ്പോൾ അതിനെങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് നമുക്കറിയത്തില്ല. ദൈവത്തിൽ ആശ്രയിച്ചാൽ ദൈവം നമുക്ക് വഴി തുറന്നു തരും. അതാണ് ദൈവത്തിൻ്റെ വചനം നമ്മളെ ഇന്ന് പഠിപ്പിക്കുന്നത്. നിന്റെ കഷ്ടകാലത്ത് കർത്താവ് നിന്റെ പ്രാർത്ഥന കേൾക്കുമാറാകട്ടെ. യാക്കോബിൻ്റെ ദൈവത്തിൻ്റെ നാമം നിന്നെ സംരക്ഷിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. സ്നേഹമുള്ളവരെ, അല്പസമയം കണ്ണുകൾ അടച്ചു നമുക്ക് പ്രാർത്ഥിക്കാം. എത്ര വലിയ കഷ്ടതകളിലൂടെ കടന്നു പോയാലും കഷ്ടതകളെക്കാളും വലിയവനായൊരു ദൈവം ജീവിച്ചിരിപ്പുണ്ട്. ആ ദൈവത്തിൽ ആശ്രയിച്ചാൽ ആ ദൈവം നമ്മളെ സഹായിക്കും. എത്ര മനോഹരമായിട്ട് ദൈവം ദാവീദിനെ നയിച്ചു. നിൻ്റെ ഭാരങ്ങൾ ദൈവത്തെ ഏൽപ്പിച്ചാൽ ദൈവം അത് ഏറ്റെടുക്കുമെന്നും ദൈവം നിന്നെ സഹായിക്കുമെന്നുമുള്ള ദൈവാത്മാവിൻ്റെ പ്രേരണയനുസരിച്ച് വലിയ സന്തോഷത്തിലേക്ക്, സമാധാനത്തിലേക്ക് ദാവീദ് കടന്നു വന്നു. സ്നേഹമുള്ളവരെ, ഞാൻ സൂചിപ്പിച്ച ആ മനുഷ്യൻ, പ്രശസ്തനായ മനുഷ്യൻ ഡൊമിനിക് ബോബി, ശരീരം മുഴുവൻ തളർന്നു കിടക്കുമ്പോഴും ആത്മവിശ്വാസം കൈവിടാതെ, ശരീരം മുഴുവനും തളർന്നു കിടക്കുമ്പോഴും ആത്മവിശ്വാസം കൈവിടാതെ ചലിക്കുന്ന ഒരേ ഒരു കണ്ണ്, ആ കണ്ണ് ചലിപ്പിച്ച് വലിയൊരു പുസ്തകം തയ്യാറാക്കി ലോകത്തിന് വലിയ സംഭാവന നൽകി, ലോകത്തിന് വലിയ മാതൃക നൽകിയ ഡൊമിനിക് ബോബി, അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായ പുസ്തകം ദ ഡൈവിംഗ് ബെൽ ആൻഡ് ബട്ടർഫ്ലൈ, പിന്നീട് പ്രശസ്തമായി തീർന്ന ആ പുസ്തകത്തിൽ നിന്നും പിന്നീട് പുറപ്പെട്ട ഫിലിം, അവാർഡുകൾ വാരിക്കൂട്ടിയ സിനിമ ദ ഡൈവിംഗ് ബെൽ ആൻഡ് ബട്ടർഫ്ലൈ. അതെ, ആത്മവിശ്വാസം നിറഞ്ഞു നിന്നൊരു മനുഷ്യൻ തകർച്ചയിലൂടെ കടന്നു പോയിട്ടും കഷ്ടതയിലൂടെ കടന്നു പോയിട്ടും നിരാശപ്പെടാതെ ജീവിതത്തിൽ വിജയം നേടിയൊരു മനുഷ്യൻ.
വലിയൊരു കൃപ, ദൈവത്തിൻ്റെ ചൈതന്യം നമ്മളിലേക്ക് കടന്നു വരാൻ നമുക്ക് ഈ ദിവസം പ്രാർത്ഥിക്കാം. ഈ വചനം കേൾക്കുന്ന എല്ലാവരെയും ദൈവം പ്രത്യാശ കൊണ്ട് നിറയ്ക്കട്ടെ, കർത്താവിൻ്റെ സൗഖ്യം കൊണ്ട് നിറയ്ക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. പരിശുദ്ധാത്മാവേ വേഗം വരണേ, പരിശുദ്ധാത്മാവേ എന്നിൽ വരണേ, പരിശുദ്ധാത്മാവേ വേഗം വരണേ, പരിശുദ്ധാത്മാവേ എന്നിൽ വരണേ. ആരാധിക്കുന്നു ഞങ്ങൾ